റിലേഷൻഷിപ്പിൽ ഏറ്റവും വേണ്ട ഒരു ഘടകമാണല്ലേ റെസ്പെക്ട്. റെസ്പെക്ട് ഗിവ് ആൻഡ് ടേക്ക് ആണ്. അങ്ങോട്ട് റെസ്പെക്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും. റെസ്പെക്ട് ഇല്ലാത്തടത്ത് ഒരു നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് റെസ്പെക്ട് കൊടുക്കുകയും വേണം, അതോടൊപ്പം കിട്ടുകയും വേണം, അല്ലെ? അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സം റീസൺസ് ദാറ്റ് യുവർ പാർട്ട്ണർ ഡസൻറ്റ് റെസ്പെക്ട് യു. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല? ഫസ്റ്റ് പോയിന്റ് ആണ് അവയർനെസ്. നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്താണ് ഇഷ്ടം അല്ലെങ്കിൽ എന്താണ് ഇഷ്ടമല്ലായ്മ എന്നുള്ളതിനെ കുറിച്ചൊരു അവയർനെസ് വേണം. നമ്മൾ ഒരാളെ കറക്റ്റ് മനസ്സിലാക്കണം. അയാളെ കൂടെ സംസാരിച്ച് അയാളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മനസ്സിലാക്കിയെടുക്കണം. എന്നിരുന്നാലേ നമുക്ക് ആ ഒരു ഇതിൽ ഓപ്പൺ റിലേഷൻഷിപ്പ് ആവാൻ പറ്റുള്ളൂ, അല്ലെ? ഭയങ്കര ഓപ്പൺ ആയിട്ട് അയാൾക്ക് ഇന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ അയാൾക്ക് ഇന്നത് ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ ഞാൻ ഇന്നത് ചെയ്യുന്നില്ല, ഇന്നത് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്യാം, അയാൾക്ക് അത് ഇഷ്ടമല്ലേ, അങ്ങനെ ഉദ്ദേശിക്കുമ്പോഴാണ് നമ്മൾ അയാളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുകൂടെയാണ് നമ്മൾ അത്രയും അവെയർ ആയിരിക്കുന്നത് അയാളുടെ ലൈക്സും ഡിസ്ലൈക്സും. അപ്പൊ എപ്പോഴും അവെയർ ആയിരിക്കുക, നിങ്ങളുടെ പാർട്ട്ണറിന്റെ കാര്യങ്ങളെ കുറിച്ച് അവെയർ ആയിരിക്കുക. രണ്ടാമതാണ് കോൺഫ്ലിക്റ്റ്. എല്ലാ റിലേഷൻഷിപ്സിലും എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് തർക്കങ്ങളും ഉണ്ടാവില്ലേ? രണ്ട് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട്സ് ഉണ്ട്. ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ അത് വലിയ സീനൊന്നുമില്ല. അവർ രണ്ടുപേരും ഇനി കോൺഫ്ലിക്റ്റിലൊക്കെ ഒരു തിരക്കിലോട്ട് പോവുകയാണെങ്കിൽ പോലും, വഴക്ക് കൂടുകയാണെങ്കിൽ പോലും അവരത് റെസ്പെക്റ്റോട് കൂടെ ആയിരിക്കും ആ വഴക്കിന് കൊണ്ടുപോകേണ്ടത്. എന്നാൽ മറ്റു ചിലവരാണെങ്കിൽ അതിനെ റെസ്പെക്റ്റ് കൂടാതെ അവരുടെ അച്ഛനമ്മമാരെ തൊട്ട് അവരുടെ തെറി പറയുക അല്ലെങ്കിൽ ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് അത് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആണ്. കാരണം മനസ്സിലേറ്റ മുറിവ് ഒരിക്കലും മാറൂല എന്നാണ്. കാരണം നിങ്ങളിനി ആ ഒരു വഴക്ക് കഴിഞ്ഞ് നിങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ അപ്പോൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഒരാളുടെ ഉള്ളിൽ സ്കാറായിട്ട് ഒരു അടയാളമായിട്ടോ ഒരു മുറിവ് ഏറ്റ പോലെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ കോൺഫ്ലിക്റ്റ് കൂടുമ്പോഴും അവിടെയും ഒരു റെസ്പെക്റ്റോട് കൂടെ നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് ആണ് കണക്ഷൻ, ഇന്റിമസി. റെസ്പെക്ട് കൊടുക്കേണ്ടടുത്ത് എന്തായാലും ഇന്റിമസി ഉണ്ടാവും, അല്ലെ? നമ്മൾ ഇന്റിമസി ആയ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പിൽ, നമ്മൾ അത്രയും ഓപ്പൺ ആയ റിലേഷൻഷിപ്പിൽ നമ്മൾ എന്തായാലും റെസ്പെക്ട് കൊടുക്കും. അപ്പൊ നമ്മൾ എന്തുകൊണ്ടും ഒരു ഭയങ്കര ഇന്റിമസി ആയ റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു കണക്റ്റഡ് ആയിരിക്കുക. നമ്മുടെ പാർട്ട്ണറിനായിട്ടൊരു ഇന്റിമസി കണക്ഷൻ ഉള്ളൊരു റിലേഷൻഷിപ്പിലോട്ട് നയിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വാർത്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് ആണ് ഈ കള്ളങ്ങൾ പറയാം, അല്ലെ? ചെറിയ ചെറിയ കള്ളങ്ങളാണ് കുഴപ്പമില്ല, എന്നിരുന്നാൽ അത് ചെറിയ കള്ളങ്ങൾ കൂടി അത് വലിയ കള്ളങ്ങളിലേക്ക് എത്തിച്ചേരുകയും, കാരണം അത് ഇനി എത്ര കാലം കഴിഞ്ഞാലും എന്നാലും എന്നോട് അന്ന് അങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്നുള്ളൊരു തോട്ട് എല്ലാവരുടെ മനസ്സിന് വരില്ലേ? അപ്പൊ കള്ളങ്ങൾ പറയാതിരിക്കുക. അതും നിങ്ങളെ പാർട്ട്ണറിനോട് കാണിക്കുന്ന ഒരു ഡിസ്റെസ്പെക്റ്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് സൈലന്റ് ട്രീറ്റ്മെന്റ്. ഒട്ടുമിക്ക എല്ലാവരും കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഈ സൈലന്റ് ട്രീറ്റ്മെന്റ്, അല്ലെ? എന്തെങ്കിലും വഴക്ക് കൂടിയാലോ മിണ്ടാതിരിക്കുക, തെറ്റിയിരിക്കുക. ചിലപ്പോൾ കുറച്ച് നേരത്തേക്കൊക്കെ ആണെങ്കിൽ അതിനൊരു രസമുണ്ട്, അത് എല്ലാ റിലേഷൻഷിപ്പിലുള്ള അതിൻ്റെ ഒരു ഭംഗിയാണ്. പക്ഷെ അത് പോകെ അത് 2 ആഴ്ച 1 മാസത്തോളൊക്കെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ആ റിലേഷൻഷിപ്പിന്റെ ഒരു ബോണ്ട് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മേ ബി 2 ഭാഗത്തു നിന്നുള്ള വല്ല ഈഗോ വല്ല പ്രോബ്ലംസ് ആയിരിക്കാം. ഒരാൾ അങ്ങോട്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ്, പക്ഷെ 2 പേരും സംസാരിക്കാതെ അതിനെ അവള് വരട്ടെ അല്ലെങ്കിൽ അവന് വരട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയിലിരിക്കും. അപ്പൊ ഈ സൈലന്റ് ട്രീറ്റ്മെന്റ് കഴിയുന്നതും ഒഴിവാക്കുക. നിങ്ങൾക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കാം. മേ ബി ചിലവർക്ക് ആ ഒരു പ്രശ്നത്തെ ഡീൽ ചെയ്യണമെങ്കിൽ കുറച്ച് സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ടി വരും. പക്ഷെ അത് ഒരു ടൈം അളവ് അതിന് വെക്കുക. അല്ലാതെ അതിലുപരി അത് ഭയങ്കരമായിട്ട് മിണ്ടാതായി തിരിഞ്ഞു നോക്കാതെയായി അങ്ങനെയാണ് പലപ്പോഴും പല ഡൈവോഴ്സ് കേസസും വരുന്നുണ്ട്. ഈ ആദ്യം കാലങ്ങളിൽ ചെറിയ എന്തെങ്കിലും തെറ്റുകളായിരിക്കാം, പക്ഷെ ആ ഒരു തെറ്റ് ആദ്യ കാലങ്ങളിൽ മിണ്ടാതിരുന്ന് പിന്നെ എങ്ങനെ മിണ്ടും, അയ്യോ ഇതിനെ ഇനി എങ്ങനെ ശരിയാക്കുന്നു അറിയാത്തൊരവസ്ഥയിലോട്ട് എത്തും. അപ്പൊ സൈലന്റ് ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് പോയിന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഇല്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ അവൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി എടുത്തു പറയാം. ഇപ്പൊ ചിലവരറിയാം, ചിലവര് ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചവരാവും. അവർ ചിലപ്പോൾ പഠിക്കാനുള്ള ഒരു സാഹചര്യം അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. നീ പഠിച്ചില്ലല്ലോ. ആ ഒരു സംഭവം ആർക്കും ഇഷ്ടമല്ല. നമ്മുടെ ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എഗെയിൻ എടുത്തു പറയാം. അങ്ങനെ പറയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പാർട്ട്ണറിനോട് അത് പറയരുത്. കാരണം അവിടെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം ഓപ്പോസിറ്റുള്ള ആൾക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അയാളുടെ ഉള്ളിൽ നല്ലൊരു മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് ഇനി നിങ്ങൾ എങ്ങനെയൊക്കെ അതിനെ മോടി കൂട്ടാൻ നോക്കിയാലും അയാളുടെ ഉള്ളിൽ പതിഞ്ഞു പോയിട്ടുള്ളൊരു മുറിവുണ്ട്. എന്നൊക്കെ ആയാലും അവൻ നിന്നോട് അത് പറഞ്ഞല്ലോ അല്ലെങ്കിൽ അവൾ എന്നോട് അത് പറഞ്ഞല്ലോ.
അത് നിങ്ങൾ അയാളുടെ കുറവുകളെ എടുത്തു പറയുമ്പോൾ അത് നിങ്ങളുടെ പരസ്പരമുള്ള ഒരു റെസ്പെക്റ്റിനെയാണ് അവിടെ കുറക്കുന്നത്. ആ പറഞ്ഞ പോലെ തന്നെയാണ് നെക്സ്റ്റ് പോയിന്റ്, ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, അപമാനിക്കാതിരിക്കുക അല്ലെ. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻസെക്യൂരിറ്റീസ് എടുത്തിട്ട് അല്ലെങ്കിൽ പണ്ട് നടന്ന പല കാര്യങ്ങളും എടുത്തിട്ടിട്ട് ആൾക്കാരുടെ ചിലവരൊക്കെ നമുക്ക് കാണാം അല്ലെ. നമ്മൾ എപ്പോഴും നമ്മളുടെ എന്ത് കോൺഫ്ലിക്റ്റ് ആയാലും എന്ത് പ്രശ്നങ്ങളായാലും നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുക. മറിച്ച് അതൊരു പബ്ലിക്കിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നം കഴിഞ്ഞ് ഒരു 2 ദിവസം കൊണ്ടൊക്കെ നമ്മൾ ഓക്കെ ആയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് കണ്ടു നിന്നവരുടെ മനസ്സിൽ അവര് പ്രശ്നം എന്നുള്ളൊരു സാധനം, ഒരു ഇമേജ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഒരിക്കലും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. അതിനി ഒരു റൂമിൻ്റെ ഉള്ളിലായാലും അല്ലെങ്കിൽ പബ്ലിക്കിലായാൽ പോലും ഒരിക്കലും ഒരാളെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. ഇൻസൾട്ട് ചെയ്യുന്നതൊന്നും ആർക്കും ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് അല്ലെ. നമ്മളെ വന്നിട്ട് ആരെങ്കിലും ഇൻസൾട്ട് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടും? ഇല്ല, ഒരിക്കലുമില്ല. അപ്പം അങ്ങനെ ഒരിക്കലും ഇൻസൾട്ട്, അപമാനിക്കാതിരിക്കുക ഒരാളെ. നിങ്ങളുടെ പാർട്ട്ണറിനോട് ഒരിക്കലും ചെയ്യാതിരിക്കുക. പിന്നത്തെ ഒരു കാര്യമാണ്, സമയമില്ല, ഞാൻ പിന്നെ വിളിക്കാം, ടൈമില്ല, എനിക്ക് ഭയങ്കര ബിസി ഷെഡ്യൂളാണ്, അങ്ങനെ പറയുന്നവരുണ്ട്. എങ്ങനൊക്കെ പറഞ്ഞാലും ഒരു 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും പ്രയോറിറ്റി ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഭക്ഷണം കഴിക്കാൻ സമയമുണ്ടോ? ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഉറങ്ങാൻ സമയമുണ്ടോ? ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ ഇരുന്ന് കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല? അങ്ങനെ സമയമില്ല അല്ലെങ്കിൽ ബിസിയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെങ്ങനെ ഒഴിവാക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അയാൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല. നിങ്ങളെ റെസ്പെക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ, നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ടൈം, റിലേഷൻഷിപ്പിൽ ഏറ്റവും വേണ്ട കാര്യമാണ് ക്വാളിറ്റി ടൈം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് തരുന്ന ഒരാളാണെങ്കിൽ അയാൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. ലാസ്റ്റ് പോയിന്റ് ആണ് മ്യൂച്വൽ ട്രസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മളിങ്ങനെ ഒരാളെ കൂടെ സംശയിക്കുന്ന ആർക്കും ഇഷ്ടമല്ല, പക്ഷെ ആ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം മ്യൂച്വലായിട്ട്. എനിക്ക് വിശ്വാസമാണ് അല്ലെങ്കിൽ അവൾക്ക് എന്നെ വിശ്വാസമാണ് എന്നുള്ളൊരു ചിന്താഗതി. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടായിട്ട് അല്ല കേട്ടോ പറയുന്നത്, നമ്മളൊരു പൊതുവേ ഉള്ളൊരു കാര്യമാണ്. ചിലപ്പം ചിലവർക്ക് പല സന്ദർഭത്തിലും ചിലപ്പോൾ ട്രസ്റ്റ് പോയേക്കാം. അങ്ങനെയുള്ളവർക്ക് പല ഇന്റൻസിറ്റി ഓഫ് പ്രോബ്ലംസ് ആയിരിക്കാം. അതല്ലാതെ നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക, സംശയിക്കാതെ. എനിക്ക് വിശ്വാസമാണ്, ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതുവരെ നമുക്ക് അങ്ങനത്തെ ഒരു അവസരങ്ങളൊന്നും ട്രസ്റ്റ് പോകുന്ന എന്തെങ്കിലും ഒരു അവസരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കും. അല്ലാതെ അയ്യോ എന്നെ അത് ചെയ്യോ ഇത് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കോ എന്നുള്ളൊരു മുൻകൂട്ടി വെറുതെ പേടിക്കണതിന് പകരം ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാബല്യത്തിൽ കൊടുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് റെസ്പെക്ട്ഫുൾ ഉള്ളതാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.